ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഡെലിവറി സ്റ്റോറീൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞ് നിർത്തിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഇല്ലേ, കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ ലിങ്ക് കൊടുക്കാം, നിങ്ങൾ കയറിയിട്ട് ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് വരും കേട്ടോ. അപ്പം അങ്ങനെ ലേബർ റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ലേബർ റൂമിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം നല്ല ടെൻഷനാണ്. അമ്മ, ആ ചേട്ടൻ എല്ലാവരും വന്നു. എനിക്കും പേടിയായി തുടങ്ങി. എൻ്റെ ദൈവമേ, എന്താണിതെന്നൊന്നും എനിക്ക് മനസ്സിലാവാത്ത രീതിയിലായി പോയിട്ടാ. പേടി തുടങ്ങിയിട്ട് പിന്നെ എനിക്കൊന്നും അറിയാൻ പറ്റുന്നില്ല. എനിക്ക് അങ്ങനെ ഞങ്ങൾ ലേബർ റൂമിലേക്ക് എത്തിയിട്ടാ. ലേബർ റൂമിലേക്ക് പോവാൻ നേരത്ത് അപ്പം അമ്മയും ഞാനും കൂടി ആയിരുന്നു കേട്ടോ ലേബർ റൂമിലേക്ക് പോയത്. അപ്പോൾ ലേബർ റൂമിലേക്ക് പോയി കഴിഞ്ഞപ്പം ഹസ്ബൻഡ് ആ സമയത്ത് എന്തോ കാറിൽ നിന്ന് എന്തോ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാ. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് എന്തായാലും ഇനി എന്തായാലും ഇന്ന് ലേബർ ഉണ്ടാവും എന്ന് ഉറപ്പിച്ച് പറഞ്ഞു ഡോക്ടർ. അപ്പോൾ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. പക്ഷെ അവരാരും വിചാരിക്കാത്തൊരു ടെസ്റ്റാണ് അവിടെ സംഭവിച്ചത്. അപ്പം അങ്ങനെ ലേബർ റൂമിലേക്ക് ഞാനും അഗിയും അമ്മയും കൂടിയാണ് പോയത്. ഹസ്ബൻഡ് കാറിൽ പോയിട്ട് സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പം അങ്ങനെ പോയി കഴിഞ്ഞിട്ട് എന്നെ ലേബർ റൂമിൽ കയറ്റിയില്ലോ. ലേബർ റൂമിൽ കയറ്റി കഴിഞ്ഞിട്ട് ഇവർ എന്നോട് അവിടുത്തെ ഒരു മെയിൻ ബെഡ് ഉണ്ട്, അതായത് ലേബർ റൂം ഉണ്ട്, ആ റൂമിൻ്റെ തൊട്ടിപ്പുറത്ത് വേറൊരു റൂം, അതായത് പ്രസവിച്ച് കഴിഞ്ഞിട്ടുള്ളവർ ഇവിടേക്ക് കിടത്തും, ഇല്ല പ്രസവിക്കാൻ മുന്നിലുള്ളവരെ ഇവിടെ കിടത്തും, പ്രസവിക്കാൻ വേണ്ടിയിട്ട് വേറൊരു റൂമുണ്ട്. അപ്പോൾ ആ റൂമിലേക്ക് എന്നെ കയറ്റി കിടത്തി. അപ്പോൾ എനിക്ക് ടെൻഷൻ, അയ്യോ എന്നെ ഇപ്പോൾ പ്രസവിപ്പിക്കുമോ, എനിക്ക് പേടിയായി. അപ്പോൾ അവർ പറഞ്ഞു ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് PV നോക്കാനാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കിടന്നു. കാരണം എനിക്ക് PV ചെയ്തപ്പോൾ എൻ്റെ PVൻ്റെ അനുഭവം ഞാൻ വേറെ സ്റ്റോറി ആയിട്ട് ഇടാം കേട്ടോ. ഓക്കെ, അങ്ങനെ അപ്പോൾ എനിക്ക് PV ആദ്യം ചെയ്തപ്പോൾ എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇത്തവണ ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ, ഇത്രയേ ഉള്ളൂ എന്ന് വെച്ച് ഞാൻ കയറി കിടന്നു. അപ്പോൾ എനിക്ക് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര പേടിയായി, എനിക്ക് ഭയങ്കര വേദന, എൻ്റെ ജീവൻ കത്തി പോലൊക്കെ. അപ്പോൾ ഞാൻ വെച്ചാൽ ഞാനിപ്പോൾ പ്രസവിച്ചു എന്ന്. പക്ഷേ ഇല്ല, അവരെന്ത് ചെയ്തു, വാട്ടർ ബ്രേക്ക് ചെയ്ത് അങ്ങ് വിട്ടു. അതൊരു വല്ലാത്ത ബുദ്ധിമുട്ടായി പോയിട്ടാ. കാരണം എനിക്ക് ഡൈലേറ്റ് ഒന്നും ആയില്ല. അവർ ഡൈലേറ്റ് ആവുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അല്ല നോക്കി, അവർ അപ്പോഴത്തേക്കും തന്നെ എക്യുപ്മെൻറ്റ്സ് ഒക്കെ എടുത്ത് അങ്ങോട്ടേക്ക് കുത്തി കയറ്റി വാട്ടർ ബ്രേക്ക് ചെയ്തു. അത് നമ്മളോട് ആരോടും ചോദിച്ചില്ല, എന്നോട് ചോദിച്ചില്ല, എൻ്റെ പെർമിഷൻ ഉണ്ടായില്ല, അതേപോലെ തന്നെ എൻ്റെ വീട്ടുകാരുടെ പെർമിഷൻ, ആരുടെ പെർമിഷനും ഉണ്ടായില്ല. ആ ഡോക്ടർ തന്നെ അങ്ങോട്ട് വാട്ടർ ബ്രേക്ക് ചെയ്തു. എന്നിട്ട് അവരോട് ചെന്നിട്ട് എൻ്റെ റിലേറ്റീവ്സിനോട് ചെന്നിട്ട് പറഞ്ഞു, ഇത്ര 3 സെൻറ്റിമീറ്റർ മറ്റോ ഡൈലേറ്റ് ആയിരുന്നു, അപ്പം പിന്നെ നമ്മളിനി വെച്ചുകൊണ്ടിരിക്കേണ്ടതെന്ന് വെച്ച് നമ്മൾ വാട്ടർ ബ്രേക്ക് ചെയ്ത് അങ്ങ് വിട്ടു എന്ന് പറഞ്ഞു. വാട്ടർ ബ്രേക്ക് ചെയ്ത് വിട്ടു, അതായത് വാട്ടർ ബ്രേക്ക് ചെയ്ത് നമുക്ക് 24 hours നമുക്ക് വെയിറ്റ് ചെയ്യാൻ ആണ് കേട്ടോ. അപ്പം എന്നെ ലേബർ റൂമിൽ തന്നെ കിടത്തിയായിരുന്നു. അങ്ങനെ കിടത്തി. പിന്നെ എനിക്കൊന്നും കഴിക്കാനൊന്നും പറ്റുന്നില്ല, എനിക്കാണ് വിശന്ന് തുടങ്ങി, വേദന ഒട്ടും എനിക്ക് വരുന്നില്ല, എനിക്ക് ദാഹിക്കുന്നൊക്കെ. അപ്പോൾ എനിക്ക് ട്രിപ്പ് ഇടുന്നുണ്ട്, അത് എനിക്ക് ഭയങ്കര വിശപ്പല്ല, അതിലൊന്നും ഈ ട്രിപ്പിലൊന്നും നിൽക്കണില്ല, എനിക്ക് ഒടുക്കത്തെ വിശപ്പ്, വേദന ഒട്ടും എനിക്ക് വരുന്നില്ല. ഞാൻ പറയുന്നത് എനിക്ക് വേദന വരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് വേദന വന്നു തുടങ്ങി കേട്ടോ. പിന്നെ എനിക്ക് ഓർക്കാൻ പറ്റണില്ലേ, അമ്മാതിരി വേദന വന്നു കേട്ടോ. ഇതിനകത്ത് പറയാ ഇടവിട്ട്, അതിപ്പോൾ നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ആ ഒരു അവസരത്തിൽ മാത്രമായിരിക്കും കേട്ടോ നമുക്ക് ആ വേദന നമുക്ക് ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് ഓർത്ത പോലും ആ വേദന എന്താണെന്നറിയാൻ പറ്റില്ല. അത് സത്യമാണ്. ഞാനിപ്പോൾ ഓർത്തിട്ട് എങ്ങനത്തെ വേദനയായിരുന്നു എന്ന് എനിക്കിപ്പോഴും ഓർമ്മ കിട്ടില്ല. അങ്ങനത്തെ ഒരു വേദനയായിരുന്നു. അയ്യോ, ഞാൻ പറഞ്ഞു അയ്യോ വേണ്ട, എനിക്ക് വേണ്ട. ഞാൻ അവരെ ചീത്തയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടുകാരെ വിളിക്ക്, എനിക്ക് ഓപ്പറേഷൻ മതി. അപ്പോൾ ഡോക്ടർ എന്തോ മീറ്റിങ്ങിനെ മറ്റേ പോയതായിരുന്നു. അപ്പോൾ ഇതൊക്കെ വൈകുന്നേരം ആയിട്ടോ, ഒരു 6 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടറെ വിളിക്ക്. അപ്പോൾ അവർ പറഞ്ഞു ഡോക്ടർ ഇവിടെ ഇല്ല, ഡോക്ടർ ഞങ്ങൾ വിളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾ ഡോക്ടറെ വിളിക്കും, നിങ്ങൾ എന്നെ വെറുതെ പറ്റിക്കുകയാണ്, നിങ്ങൾ ഡോക്ടറെ വിളിച്ചിട്ടില്ല, എനിക്ക് സിസേറിയൻ മതി എന്ന് പറഞ്ഞു. എനിക്ക് സിസേറിയൻ മതി, നിങ്ങൾ എന്തിനാ എന്നെ നോർമൽ ഡെലിവറി ആക്കുന്നത്, എനിക്ക് സിസേറിയൻ മതി എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒച്ചപ്പാടും ബഹളമാക്കി. അപ്പോൾ അവിടെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. ആ സിസ്റ്റർ എന്നോട് ഓൾറെഡി എൻ്റെ ഡോക്ടർ പറഞ്ഞായിരുന്നു, ഈ പുള്ളിക്കാരി സിസേറിയനെ സമ്മതിക്കില്ല, നോർമൽ ഡെലിവറിക്ക് മാത്രമേ സമ്മതിക്കുള്ളൂ. അതൊരു കന്യാസ്ത്രീ ആയിരുന്നു കേട്ടോ. അപ്പോൾ നോർമൽ ഡെലിവറിക്ക് മാത്രമേ സമ്മതിക്കുള്ളൂ, നിനക്ക് വേദന സഹിക്കാൻ പറ്റില്ലെങ്കിൽ നീ സിസേറിയൻ മതി എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാനും ആലോചിച്ചു, ശരി അന്ന് എനിക്ക് സിസേറിയൻ മതി. അപ്പോഴേ എനിക്ക് ഇവരൊക്കെ തമ്മിലുള്ള ഒരു എന്തോ ഒരു ബുദ്ധിമുട്ട് എനിക്ക് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സിസേറിയൻ മതി എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നമുക്ക് റിസ്ക് എടുക്കണ്ട, ഞാൻ റിസ്ക് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടറെ വിളിക്കുന്ന തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എനിക്ക് സിസേറിയൻ മതി എന്നൊക്കെ പറഞ്ഞു. ഇവരാണ് സമ്മതിക്കുന്നില്ല കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എൻ്റെ വീട്ടുകാരെ കാണാൻ എനിക്ക് ആരോടെങ്കിലും സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു.
അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിരുന്നു. അതൊക്കെ ഞാൻ ഷോർട്സിലായിട്ടൊക്കെ അല്ലാണ്ട് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല. ചിലപ്പോൾ അതൊക്കെ നീണ്ടുപോകും. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കേട്ടോ. കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പം അങ്ങനെ അതൊക്കെ പറഞ്ഞു. എൻ്റെ വീട്ടുകാർ വന്നു, വീട്ടിൽ അമ്മ വന്നു. അമ്മ വന്നിട്ട് അമ്മേനോട് ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ അമ്മേനോട് പറഞ്ഞു, അമ്മ എനിക്ക് പറ്റില്ല, അമ്മ എനിക്ക് സിസേറിയൻ മതി, അമ്മ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മയെന്നൊക്കെ പറഞ്ഞു. കാരണം അമ്മയ്ക്കും അറിയാം, എല്ലാവർക്കും അറിയാം എനിക്ക് വേദന സഹിക്കാൻ പറ്റില്ല എന്നും. എനിക്ക് സൂചി കുത്തുന്നതന്നെ എനിക്ക് പേടിയാണ്. അപ്പം അങ്ങനെ അപ്പം അമ്മ പറഞ്ഞു, കുഞ്ഞോളെ അങ്ങനെയൊന്നും ചെയ്യരുത്, അങ്ങനെയൊന്നും പറയരുത്, ഇതോടെ കഴിഞ്ഞില്ലേ, നമ്മുടെ കുഞ്ഞാവിക്ക് വേണ്ടിയിട്ടല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് അമ്മേനോട് എനിക്ക് ദേഷ്യം വന്നു. എനിക്ക് ആരോടൊക്കെയാണ് ദേഷ്യം വരാത്തതെന്ന് എനിക്കൊരു പിടുത്തമില്ല. എനിക്കങ്ങനെ എല്ലാവരോടും തന്നെ ദേഷ്യം വന്നു കേട്ടോ. അങ്ങനെ അമ്മ പോയി കഴിഞ്ഞ് പിന്നെ എനിക്ക് വേദന സഹിക്കാൻ പറ്റാതെ അതിൻ്റെ ഇടയ്ക്ക് കൂടെ എനിക്ക് മരുന്ന് കയറ്റുന്നുണ്ടായിരുന്നു, വേദന വരാനുള്ള മരുന്ന്. ആ മരുന്നും കൂടെ കയറ്റി തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ എൻ്റെ പൊന്നമ്പോ അമ്മാതിരി വേദനയായി. ഇപ്പം എനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായില്ല. പിന്നെ ഞാൻ വിളിച്ചു കൂകി. അതായത് ഞാൻ 2ാം നിലയിലാണ്, അല്ല 3ാം നിലയിലാണ്. ഞാൻ അവിടെ നിന്ന് വിളിച്ചു കൂകി. എൻ്റെ ഹസ്ബൻഡൊക്കെ പിന്നെ പറഞ്ഞത് താഴെ വരെ കേൾക്കായിരുന്നു എന്നാ. അമ്മാതിരി വിളിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റൂല, എന്നെ ഇറക്കി വിടോ, എനിക്ക് വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞാൽ ഒച്ചപ്പാടെന്ന് വെച്ചാൽ അമ്മാതിരി ഒച്ചപ്പാടായിരുന്നു കേട്ടോ ഞാൻ. എന്നിട്ട് പിന്നെ അങ്ങനെ ലാസ്റ്റ് ഡോക്ടർ വന്ന് സിസ്റ്റർമാരോട് പറഞ്ഞു, ഷംനേനെ ബെഡിലേക്ക് എടുത്തോ. ഞാൻ വരില്ല, എനിക്ക് പേടിയാ, ഞാൻ വരില്ല. അയ്യോ പിന്നെ ഞാൻ കരച്ചിലോ വിളിച്ചില്ലെന്ന് പറഞ്ഞാൽ അമ്മാതിരി കരച്ചില്ല കേട്ടോ. എനിക്ക് സഹിക്കാനും പറ്റില്ല, വേദനയും സഹിക്കാൻ പറ്റില്ല, ഒന്നിനും എനിക്ക് പറ്റില്ല. എന്നെ കൊണ്ടേ കിടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈശ്വരാ ഇനി ഒന്നും പറ്റൂല, ബെഡിൽ കിടത്തിയില്ല. ഇനി എന്തായാലും എന്നെ പ്രസവിപ്പിക്കുകയുള്ളൂ, ഇവർ സിസേറി ചെയ്യില്ല, അതെനിക്ക് ഉറപ്പായി. കാരണം ഓപ്പറേഷൻ തിയേറ്റർ വേറെ സ്ഥലത്താണല്ലോ. പറഞ്ഞു എന്തായാലും എന്നെ പ്രസവിപ്പിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല ഡോക്ടറെ എന്നും പറഞ്ഞു. ഭയങ്കര ഇവരെന്നോട് പുഷ് എൻ്റെ ഡെലിവറി എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ശരിയാണ് ഒരു 8 പേരെങ്കിലും ഉണ്ടായി കാണും. അമ്മാതിരി ആൾക്കാർ, മുഴുവൻ ആൾക്കാർ വന്നു. അങ്ങനെ എന്നെ കൊണ്ട് പുഷ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര പ്രഷർ കയറ്റി. എനിക്കാണ് പുഷ് ചെയ്യാനും പറ്റില്ല. ലാസ്റ്റ് ഒരു സിസ്റ്റർ വന്ന് എൻ്റെ വയറിനിട്ടൊക്കെ അമക്കി ലാസ്റ്റ് അങ്ങനെ എൻ്റെ ബേബി എൻ്റെ കൊച്ചു വന്നു കേട്ടോ. അങ്ങനെയാണ് എൻ്റെ ഡെലിവറി നടന്നത്. അവൾ വന്നു കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റിച്ചൊക്കെ ഇടൂല. എനിക്ക് ഒരുപാട് സ്റ്റിച്ച് ഉണ്ടായിരുന്നു കേട്ടോ. ആ ഡോക്ടർ പറയുകയും ചെയ്തു, നിനക്ക് നല്ല രീതിയിൽ സ്റ്റിച്ച് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ആ സ്റ്റിച്ചൊക്കെ ഇട്ടതൊന്നും ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. എനിക്ക് വേദന എന്ന് പറഞ്ഞ കാര്യം എനിക്ക് അപ്പം തോന്നിയിട്ടില്ല. കാരണം അപ്പം എനിക്ക് അവളുടെ മുഖം കാണിച്ചു തന്നിട്ടുണ്ടായില്ല. ഏതോ കൊച്ചെന്ന് പോലും എന്നോട് പറഞ്ഞില്ല കേട്ടോ. ഞാനിങ്ങനെ അവളെ നോക്കുക, അവരിങ്ങനെ തുടയ്ക്കുമ്പോൾ ഞാൻ അവളുടെ അടുത്തേക്ക് ഇങ്ങനെ എത്തി നോക്കുക, ഏതോ കൊച്ച്. അതൊക്കെ ഞാൻ തന്നെയാണോ? എനിക്കിപ്പം പറയുമ്പോഴെനിക്ക് എന്താ പറയുക, എൻ്റെ കണ്ണ് നിറഞ്ഞു പോവുക. എന്താ പറയുക, ഞാൻ തന്നെയാണ് പ്രസവിച്ചത് എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. അങ്ങനത്തെ ഒരു നിമിഷമായി പോയിട്ടോ. ലാസ്റ്റ് ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്ററിനോട് അപ്പോൾ പറഞ്ഞു പെങ്കൊച്ചാന്ന് പറഞ്ഞു കേട്ടോ. പറഞ്ഞു സിസ്റ്റർ എനിക്കൊന്ന് കൊച്ചിനെ കാണിച്ചു തരുമോ? അപ്പോൾ ഡോക്ടർ ചോദിച്ചു കാണിച്ചു തന്നില്ലായിരുന്നോ? പറഞ്ഞില്ല, കാണിച്ചു തന്നില്ലായിരുന്നു. പറഞ്ഞു അങ്ങനെ എനിക്ക് കൊച്ചിൻ്റെ മുഖം എനിക്ക് കാണിച്ചു തന്നു എന്നാൽ ഞാൻ കണ്ടിട്ടില്ല. ആ ഒരു രീതിയിലായിരുന്നു. എനിക്കിങ്ങനെ അടുത്ത് കൊണ്ട് വെച്ചപ്പോൾ തന്നെ എനിക്കെന്താ പറയുക, എനിക്ക് അത്രയ്ക്ക് സങ്കടമാണോ സന്തോഷമാണോ എനിക്കറിയില്ല. സോറി. എനിക്ക് അത്രയ്ക്ക് സന്തോഷം വന്നുപോയി. കാരണം എന്താ പറയുക, ഞാൻ എപ്പോഴും എൻ്റെ ചേട്ടനോടൊക്കെ പറയും എനിക്ക് ആരുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കൂട്ടാ. അപ്പം ഇങ്ങനെ അവൾ വന്നു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഈശ്വരാ എനിക്കെന്ന് പറയാൻ, എൻ്റെ സ്വന്തം എന്ന് പറയാൻ എനിക്കൊരാളുണ്ടായല്ലോ. അങ്ങനെയായിപ്പോയി. എനിക്ക് എന്താ പറയുക, വല്ലാണ്ട് സങ്കടമായിപ്പോയി. ഈ വീഡിയോ ഞാൻ ഇടുമെന്ന് എനിക്കറിയില്ല കേട്ടാ. പിന്നെ വേണം റീച്ചിന് വേണ്ടിയിട്ട് ഇടും, കാരണം കണ്ണൊക്കെ നിറഞ്ഞു പോയല്ലോ. അതുകൊണ്ട് എൻ്റെ ദൈവമേ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ അമ്മമാരുടെ വിലയും എല്ലാം. എത്ര നല്ല അമ്മയാണെങ്കിലും ചീത്ത അമ്മയാണെങ്കിലും അവർ നമുക്ക് അമ്മ തന്നെയല്ലേ. എന്താ പറയുക, നമ്മളാരും നമ്മുടെ അമ്മമാരെ വേദനിപ്പിക്കരുത്. കാരണം അത്രയ്ക്കും വേദനയാണ്, അത്രയ്ക്കും സഹിച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഉണ്ടായിട്ടുണ്ടാവുള്ളൂ കേട്ടോ. എൻ്റെ ഈ സെക്കൻഡ് പാർട്ട് കുറച്ച് വലിയ പാർട്ടായിരിക്കും തോന്നുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് മുന്നേറാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.